പ്രിയപ്പെട്ട മോമിനിങ്ങളെ, അസ്സലാമു വറഹമത്തുള്ള. പ്രവാസികളുടെ മരണം തന്നെയാണ് നിങ്ങളോട് അറിയിക്കാനുള്ളത്. വല്ലാത്തൊരു സങ്കടമാണ്, വിഷമമാണ്, പ്രയാസമാണ്. ഓരോ ദിവസവും 4ഉം 5ഉം പ്രവാസികളാണ് അറ്റാക്ക് മൂലം മാത്രം മരണപ്പെട്ടു പോകുന്നത്. ദിവസവും 4ഉം 5ഉം മയ്യത്താണ് പ്രവാസ ലോകത്ത് നിന്നും കയറ്റിവിടുന്നത്. വളരെയേറെ വേദനിപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണ് ദിവസവും നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ഒരു പ്രവാസിയെ മനസ്സിലാക്കാൻ ഒരു പ്രവാസിക്കേ സാധിക്കൂ. അതാണ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം. പ്രവാസികളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അവരാരോടും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനീ പറയുന്നത് ഇത് നിങ്ങൾ മനസ്സിലാക്കാനാണ്. അവർ നിങ്ങളോടൊന്നും പറയാത്ത ഒരുപാട് പ്രയാസങ്ങൾ അവരവിടെ അനുഭവിക്കുന്നുണ്ട്. അവരുടെ ജോലിയിൽ തന്നെ അവർ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. സമയത്തിന് ഭക്ഷണമില്ല. ഞാനീ പറയുന്നത് പ്രവാസികൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും. പ്രവാസികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരാണ് നിങ്ങളുടെ കുടുംബങ്ങൾ. രാവിലത്തെ ഭക്ഷണം എന്ന് പറയുന്നത് നമുക്ക് മുഖ്യമാണ്. രാവിലെ ജോലിക്ക് ഇറങ്ങുമ്പോഴുള്ള ആ ഒരു തിരക്ക്, ആ ഒരു സമയത്തുണ്ടാകുന്ന ഒരു ടെൻഷൻ, ആ സമയത്ത് ആരും ഭക്ഷണമൊന്നും കഴിക്കാറില്ല. രാവിലെ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് തന്നെ ഉച്ചക്കും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. കാരണം ഗ്യാസിൻ്റെ പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് തന്നെ വയറ് നിറഞ്ഞു കിടക്കും, അവർ ഭക്ഷണം കഴിക്കില്ല. പിന്നെ രാത്രി വന്നു കഴിഞ്ഞാലാണ് അവർക്ക് കുറച്ച് ഒന്ന് സ്വസ്ഥമായി ഒരു സമയം കിട്ടുന്നത്. അപ്പോഴത്തേക്കും നേരം എത്രയോ വൈകിട്ടുണ്ടാകും. ഭക്ഷണം പാകം ചെയ്തും കിച്ചണിലെ ജോലിയും തീർത്ത് വസ്ത്രവും അലക്കി ഭക്ഷണം കഴിക്കുമ്പോഴേക്കും ഒരുപാട് വൈകിട്ടുണ്ടാകും. ആ ഒരു സമയത്താണ് കുറച്ച് നല്ലോണം ഇവർ ഭക്ഷണം കഴിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രോബ്ലവും. ഭക്ഷണം കഴിഞ്ഞ് പിന്നെ കിടത്തമാണ്. പിന്നെ ആ ഒരു ഭക്ഷണം ഒന്ന് ദഹിക്കാൻ പോലും സമയമില്ല. അങ്ങനെയാണ് ഈ അറ്റാക്ക് വരാനുള്ള കാരണമുണ്ടാകുന്നത്. ശാസ്ത്രീയമായിട്ട് അങ്ങനെ തന്നെയാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത്. അപ്പോൾ പ്രവാസികൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു പ്രവാസിയുടെ മരണവാർത്ത അറിഞ്ഞപ്പോൾ വല്ലാണ്ട് നെഞ്ചു പിടഞ്ഞുപോയി. മകളുടെ വിവാഹത്തിന് വേണ്ടി നാട്ടിൽ വരാനിരിക്കുകയാണ് ആ ഒരു പ്രവാസി. എല്ലാം കൊണ്ടും ടെൻഷനായിരിക്കും. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് പ്രവാസികൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് അവർക്ക് സന്തോഷം പകർന്നു കൊടുക്കുക. നാട്ടിൽ നിന്ന് വരുന്ന കോളുകളും അവിടെയുള്ള ടെൻഷനും ഒരുപോലെ ആയാൽ അവർക്കുണ്ടാകുന്ന പ്രയാസം അതൊന്ന് നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടായാലും അത് അവതരിപ്പിക്കേണ്ട രീതി നിങ്ങളൊന്ന് മാറ്റിപ്പിടിക്കണം. എന്നാൽ ഒരുപാട് പ്രവാസികളുടെ കഥ എനിക്കറിയാം, കഥകൾ. ഈ ഒരു പ്രവാസി അങ്ങനെ മരണപ്പെട്ടു എന്നല്ല ഞാൻ പറയുന്നത്. ഒരുപാട് പ്രവാസികളുടെ കഥ എനിക്കറിയാം. എല്ലാം നമ്മൾ പടച്ച റബ്ബിൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ നമ്മൾക്ക് ഇവിടെ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് പറയാം പടച്ച റബ്ബിൻ്റെ വിധിയാണ് ഇതെന്ന്. അല്ലാതെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിവെച്ച് ഇത് പടച്ച റബ്ബിൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇദ്ദേഹം അബുദാബിയിൽ വെച്ചാണ് മരണപ്പെടുന്നത്. സംഭവം അറ്റാക്ക് തന്നെ. വളരെ വേദന തോന്നി ഇദ്ദേഹത്തിൻ്റെ മരണം അറിഞ്ഞപ്പോൾ. മകളുടെ വിവാഹത്തിന് വേണ്ടി നാട്ടിൽ പോകാനിരിക്കുകയാണ്. എല്ലാ ഒരുക്കങ്ങളും ഒരുങ്ങി. ആ ഒരു മനുഷ്യൻ്റെ സ്വപ്നങ്ങളായിരിക്കില്ലേ, ആ ഒരു മനുഷ്യൻ്റെ ആഗ്രഹങ്ങളായിരിക്കില്ലേ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായത്. പടച്ച റബ്ബ് എല്ലാവരെയും തൊട്ട് കാക്കട്ടെ. അബുദാബിയിലെ താമസ സ്ഥലത്ത് വെച്ച് മരിച്ച നിലയിൽ കാണപ്പെടുകയാണ് ഇദ്ദേഹത്തെ. ഉദുമ മക്കുന്നോത്തെ MK ഹുസൈൻ ആയിഷ ദമ്പതികളുടെ മകൻ അൻവർ സാദാത്താണ് മരണപ്പെട്ടത്. 49 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. 49 വയസ്സെന്ന് പറയുമ്പം പ്രവാസ ലോകത്ത് എത്ര കാലം കഴിഞ്ഞിട്ടുണ്ടാകും. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ 7:30 അൻവർ സാദാത്തിനെ അബുദാബിയിലെ താമസ സ്ഥലത്ത് വെച്ച് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. തിങ്കളാഴ്ച രാത്രി ഭക്ഷണവും കഴിച്ച് ഉറങ്ങാൻ കിടന്നതാ. രാവിലെ ഒച്ചയും അനക്കവും ഇല്ലാതായപ്പോൾ കൂടെ താമസിക്കുന്നവർ വിളിച്ചപ്പോഴാണ് അനക്കമില്ലാതെ കിടക്കുന്ന സാദാത്തിനെ കാണാൻ കഴിഞ്ഞത്. ഇങ്ങനെ ഒരു വിവരമാണ് നാട്ടിൽ ലഭിച്ചത്. രാത്രി ഭക്ഷണവും കഴിഞ്ഞ് കിടന്നതാ. രാവിലെ സുഹൃത്തുക്കൾ വിളിച്ചപ്പോൾ അനക്കമില്ല എന്ന്. ആ ഒരു പ്രവാസി പടച്ച റബ്ബിലേക്ക് മടങ്ങി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാവരും ദുആ ചെയ്യണം. പ്രവാസികൾക്ക് വേണ്ടി എന്നും ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മുടെ എല്ലാം പ്രവാസികളാണ്. ഇന്ന് ആർക്കും നാട്ടിൽ നിൽക്കാൻ ഒരു നിർവാഹവുമില്ല, ചെറിയ മക്കൾക്ക് പോലും. എല്ലാവരും ആശ്രയിക്കുന്നത് അങ്ങ് പ്രവാസ ലോകം തന്നെയാണ്. ഈ ഒരു സംഭവം പറയുമ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി നിങ്ങളോട് പറയാം. ഈ ഒരു ബലിപെരുന്നാളിൻ്റെ അന്ന്
ഇതുപോലൊരു ചെറുപ്പക്കാരൻ നാട്ടിൽ വരാനിരിക്കുകയായിരുന്നു. പാവം ചെറുപ്പക്കാരനായിരുന്നു. 3 വർഷമായി പ്രവാസ ലോകത്ത്. 3 വർഷം കൊണ്ട് അവൻ ബന്ധുക്കൾക്കൊക്കെ കുറേശ്ശെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സ്വരൂപിച്ച് ഈ ഒരു ബലിപെരുന്നാളിന് നാട്ടിലേക്ക് വരാൻ പെട്ടിയും കെട്ടി ഇരുന്നതാ. ഒരുപാട് കണക്കുകൂട്ടലുകളായിരുന്നു ആ ഒരു പ്രവാസിയുടെ മനസ്സിൽ. നാട്ടിലേക്ക് പോകാനുള്ള പെട്ടിയും കെട്ടി ടിക്കറ്റും എടുത്തു. അവിടെയുള്ള പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഇവൻ നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ അവിടെയുള്ള പെരുന്നാളും നാട്ടിലുള്ള പെരുന്നാളും ആഘോഷിക്കാനായിരുന്നു ആ ഒരു പ്രവാസിയുടെ മനസ്സിലുള്ള ആഗ്രഹം. അങ്ങനെ അവിടെ പെരുന്നാൾ നിസ്കാരവും കഴിഞ്ഞ് നാട്ടിലേക്ക് പുറപ്പെടാനിരുന്ന ആ ഒരു പ്രവാസി, 2 പെരുന്നാളും ആഘോഷിക്കാനിരുന്ന ആ ഒരു പ്രവാസി കുഴഞ്ഞു വീണ് മരണപ്പെട്ട് അറ്റാക്കായി. പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി വീട്ടിൽ നിന്നും കാത്തു നിൽക്കുകയായിരുന്നു ആ പൊന്നുമോനെ കാത്തു നിന്ന ആ വീട്ടുകാർക്ക് കിട്ടിയത് അവൻ്റെ മയ്യത്തായിരുന്നു. പടച്ച റബ്ബേ, നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ പ്രിയപ്പെട്ടവരെ, എത്രമാത്രം ആ ഒരു പ്രവാസി ആഗ്രഹിച്ചതായിരിക്കും 3 വർഷമായി പ്രവാസ ലോകത്ത്. ബന്ധുക്കളെയും ഉറ്റവരെയും സന്തോഷിപ്പിക്കാൻ വർഷങ്ങളായി കൂട്ടിവെച്ച എന്തൊക്കെയോ സാധനങ്ങൾ പെട്ടിയിലാക്കി നാട്ടിൽ പോകാൻ ഇറങ്ങിയതാ. അതും 2 പെരുന്നാളും ആഘോഷിക്കണമെന്ന് ആഗ്രഹിച്ച്. ഇതൊക്കെയല്ലേ പടച്ചറബിൻ്റെ വിധി എന്ന് പറയുന്നത്. പടച്ചറബ് മഹഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇതുപോലുള്ള പ്രവാസികളുടെ ഒരുപാട് മരണങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഗൗരവത്തിലെടുക്കണം. പ്രവാസികളുടെ വിഷമങ്ങൾ ആരോടും പങ്കുവെക്കാറില്ല. നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുക. എന്നും പ്രവാസികൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുക, ആരോഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യുക. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, നമ്മുടെ പ്രവാസികൾക്ക് ആരോഗ്യവും ആഫിയത്തും ഇസ്സത്തും റഹ്മത്തും നീ ചൊരിഞ്ഞു കൊടുക്കണേ റബ്ബേ. നല്ല ആഫിയത്തും ആരോഗ്യവും നീ കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ മരണപ്പെട്ടു പോയവരുടെ ഖബറിടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബേ. മഹഫിറത്തും മർഹമത്തും നീ കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണേ റബ്ബേ. ഇവരുടെ കുടുംബത്തിന് ബന്ധുമിത്രാദികൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ തമ്പുരാനെ. പടച്ച റബ്ബേ, നമ്മുടെ പരീക്ഷണത്തിൽ നിന്നും വിജയിക്കാൻ നീ തൗഫീക്ക് നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, എല്ലാ മുസീബത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഒരുപാട് പ്രവാസികൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. അവരുടെയൊക്കെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തിന് വേണ്ടി പോയതാണ് റബ്ബേ. കുടുംബത്തിൻ്റെ സന്തോഷവും അവരുടെ നല്ലൊരു ജീവിതവുമാണ് റബ്ബേ ഓരോ പ്രവാസികളുടെയും ലക്ഷ്യം. നമ്മുടെ പ്രവാസികളെയൊക്കെ നീ കാക്കണേ റബ്ബേ. ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണേ റബ്ബേ. അവരുടെയൊക്കെ കുടുംബത്തിന് നീ ഇസ്സത്തും ബർക്കത്തും റഹ്മത്തും നീ ചൊരിഞ്ഞു കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെ പ്രവാസികളെയൊക്കെ നീ തന്നെ കാക്കണേ റബ്ബേ. അവരുടെ മനസ്സിന് നീ ശക്തി പകരണേ റബ്ബേ. ടെൻഷനും പ്രയാസങ്ങളും നീ അകറ്റിക്കൊടുക്കണേ റബ്ബേ. ഒരുപാട് പ്രവാസികൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട് റബ്ബേ. അവരുടെയൊക്കെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ അകറ്റിക്കൊടുക്കണേ റബ്ബേ. വിഷമങ്ങൾ അകറ്റിക്കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, പ്രവാസികളുടെ കുടുംബത്തെ നീ തന്നെ സംരക്ഷിക്കണേ റബ്ബേ. ആരുടെ മുന്നിലും കൈനീട്ടാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കല്ലേ റബ്ബേ. ഒരുപാട് മക്കൾ യതീമായിട്ടുണ്ട് റബ്ബേ. ആ മക്കളെയൊക്കെ നീ തന്നെ സംരക്ഷിക്കണേ റബ്ബേ. അവരുടെ എല്ലാ കാര്യങ്ങളും നീ തന്നെ നോക്കണേ റബ്ബേ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. നമ്മുടെയൊക്കെ കൽബിൽ ഈമാൻ നിലനിർത്തി തരണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണമേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ-ആലമീൻ. എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.